ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പം ഇന്ന് ഈദായിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ എമ്പുരാൻ കാണാൻ എത്തിയേക്കുക. അപ്പം ഞാനിതിൻ്റെ ഫുൾ ആ ഒരു എമ്പുരാൻ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു തരാം, ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ജൂണിയ ഉണ്ട്. അപ്പോൾ ഇവളെ നിങ്ങൾക്കറിയാമായിരിക്കും, കാരണം എൻ്റെ നേരത്തെ ഒരു വ്ളോഗിൽ ഇവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്, ഒരാളൂടെ വരാനുണ്ട്. അപ്പം അവൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പം ഞാൻ പറഞ്ഞ ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ലിനുവാണ്, അവളെത്തി. അപ്പോൾ നമ്മൾ അഭിനയം എന്ന് പറയുന്ന തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ മൂവി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് വന്ന് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പം ഞാനൊന്ന് കാണട്ടെ. നമ്മുടെ എമ്പുരാൻ ഒരു സ്റ്റാർട്ടിങ് പോർഷനിലെത്തിയിട്ടുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഒരു ഗതികെട്ട അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത ക്യൂവിൽ കയറി നിൽക്കുക. ക്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ക്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനോ എന്നിട്ട് നമുക്ക് ആ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമുക്ക് കയറാനോ സാധിക്കത്തുള്ളൂ ഗൈസ്. ഞങ്ങളുടെ ഒരു ഗതികെട്ട അവസ്ഥ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? നല്ല രസമുണ്ട്. എന്ത് രസമുണ്ട്? രസമുണ്ട്, നല്ല ഹൈപ്പുള്ള പടമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുവരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇഷ്ടമായി. ഇത് ഫസ്റ്റ് ഹാഫ് എന്തായാലും കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഗൈസ്, നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇത്രയും ക്യൂ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് തിന്നാൻ വാങ്ങണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഇവള് കുറേ ഐറ്റംസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സമൂസ വാങ്ങാം. സമൂസ മാത്രമല്ല ഗൈസ്, ഞങ്ങൾ അവിടുത്തെ എല്ലാം തന്നെ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. അവർക്ക് തന്നെ ആക്രാന്തത്തോടെ കഴിക്കുന്നു അല്ലേ? പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിച്ചായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കോഫി, എനിക്ക് ഐസ്ക്രീം. അവള് കണ്ടോ, അതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ജൂണിയ. ചീസ്, അതായത് അവൾക്ക് തിന്നാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അവൾ ഇരിക്കുവാണ് ഗൈസ്. ഞങ്ങൾ വരാതെ അവൾ തിന്നത്തില്ല ഗൈസ്. തൊട്ട അവളെ ഞങ്ങൾ ഇടിക്കും. ഈ ചേട്ടൻ കാരണമാണ് ഗൈസ് നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. കാരണം അവനൊരു കാരണവശാലും നമുക്ക് ഒരു സാധനം പോലും തരത്തില്ല ക്യൂവിൽ നിൽക്കാതെ. അങ്ങനെ നമുക്ക് ബില്ല് പേ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. കട്ട വെയിറ്റിംഗാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫൈനലി അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസ കിട്ടി ഗൈസ്. അപ്പം നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ കോഫിയും ഐസ്ക്രീമും മേടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നമ്മൾ ബില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കോഫി കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കോഫി കിട്ടും ഗൈസ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോകണം. അപ്പം കോഫി കിട്ടി ഗൈസ്. അപ്പോൾ ഇപ്പോൾ കിട്ടും ഗൈസ്. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മൾ ഫിലിം കാണാനാണോ വന്നത് തിന്നാനാണോ വന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പടം തുടങ്ങി ഗൈസ്. എൻ്റെ ഐസ്ക്രീം മാത്രം കിട്ടിയില്ല, പക്ഷെ മേടിച്ചുകൊണ്ടേ നമ്മൾ അകത്ത് കയറുന്നുള്ളൂ. ജൂണിയ, തിന്നണോ പടം കാണണോ? രണ്ടും വേണം.
നമ്മൾ എമ്പുരാൻ കണ്ടു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളെല്ലാവരും വന്ന് കാണുക. ഫോണിൽ കാണാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യരുത്. ശരിക്കും വന്ന് കാണണം. എൻ്റെ ഫ്രണ്ട്സും ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരും. എങ്ങനെ ഉണ്ടായിരുന്നു? നാണാണ് ഗൈസ്, നാണമാണ്. ഇവിടെ പറ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും വന്ന് കാണുക. ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾക്കിഷ്ടമായി. പിന്നെന്താ, ഒന്നുമില്ല.